ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കോവയ്ക്ക പറിച്ചപ്പം കുറേ പഴുത്ത കോവയ്ക്ക ഉണ്ടായിരുന്നു. അതിന്ന് ഞാനൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മത്തങ്ങയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പഴുത്ത കോവയ്ക്ക കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് നാളികേരം, കടുക്, ചെറിയ ഉള്ളി. നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കിനി ഇത് തയ്യാറാക്കാം. ഉണ്ടല്ലേ, കോവയ്ക്കെല്ലാം വെന്ത് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം. കടുകൂടെ താളിച്ചിടാം. എന്താ ഇനി നമുക്ക് തൈരോട് ഒഴിക്കുമ്പോൾ നല്ല ആവശ്യത്തിനുള്ള ഗ്രേവി ആവും. തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഷുഗറുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു കൂട്ടാനാണ് പച്ചടി. തൈരിൻ്റെ അംശവും ചെല്ലും. പിന്നെ കോവയ്ക്കയാകുമ്പോൾ അത് ഷുഗറിന് നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നോക്കും. ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്ക് തൈര് കൂട്ടിക്കൂടാന്ന് പറയുന്നുണ്ട് ചില മരുന്നിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചൂടോടെ തൈര് ഒഴിച്ചാൽ, കഷ്ണത്തിൻ്റെ ചൂടോടെ തന്നെ തൈര് ഒഴിക്കണം. അപ്പോൾ അത് പച്ചത്തൈരിൻ്റെ ഇതങ്ങ് മാറും. അങ്ങനെ ആയാലും ഇത് കൂട്ടാം. കാച്ചുന്ന തൈരിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ പഥ്യക്കാർക്കും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. പലരും പഴുത്ത കോവയ്ക്ക കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി പഴുത്ത കോവയ്ക്ക കൊണ്ട് നല്ല ഉപയോഗമുണ്ട്. 1-2 ഡിഷ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡിഷാണ്. പച്ചടിയുടെ കഷ്ണമെല്ലാം ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് തൈര് ഒഴിക്കാം. തൈരൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ചെറിയ ചൂടോടെ നമ്മൾ ഒഴിക്കുമ്പം ഒരുപാട് ലൂസായി പോകത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ കോവയ്ക്ക പഴുത്തെന്നും പറഞ്ഞത് വെറുതെ കളയരുത്. നമുക്കിങ്ങനെ പച്ചടിയൊക്കെ ഉണ്ടാക്കി കൂട്ടാം. അപ്പോൾ ഇത് ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലൊരു പച്ചടിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, പച്ചടി ചോറുകാർ കൂട്ടുന്നത് നല്ലതാണ്. അവർക്ക് യാതൊരു പേടിയില്ലാതെ ചോറ് കഴിക്കാനും നോക്കും. ഇത് ടേസ്റ്റായിട്ടുള്ളൊരു കൂട്ടാനാണിത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.